മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിൽ പുതിയ നീക്കവുമായി പോലീസ്. ഡ്രൈവർ യദുവിനെതിരെ പോലീസ് കെ.എസ്.ആർ.ടി.സിക്ക് റിപ്പോർട്ട് നൽകും. സംഭവ ദിവസം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ 1 മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചതായി പോലീസ് കണ്ടെത്തി. ബസ് ഓടിക്കുമ്പോഴാണ് ഫോൺ ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അനന്തകൃഷ്ണൻ നൽകും വാർത്തയുടെ വിവരങ്ങൾ. അനന്തൻ, എന്താണ് പുതിയ നീക്കം? പോലീസിന്റെ മറ്റൊരു കേസ് കൂടി ചുമത്തപ്പെടുകയാണോ? എന്തൊക്കെ തെളിവുകൾ പോലീസിന് അനന്തുവിനെതിരെ ഉണ്ട് ഈ വിഷയത്തിൽ? പ്രജീഷ്, മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദുവുമായിട്ടുള്ള തർക്കം അത് അവസാനിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുകയാണ്. പരസ്പരമുള്ള നിയമ നടപടികൾ. ഇന്നലെ ഇപ്പോൾ മേയർക്കെതിരെ കേസെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇന്നിപ്പോൾ ഏറ്റവും പുതിയത് ഡ്രൈവർ യദുവിനെതിരെ മറ്റൊരു നീക്കവുമായിട്ടാണ് പോലീസ് കടന്നു വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, തൃശ്ശൂരിൽ നിന്ന് ആ സംഭവ ദിവസം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സൂപ്പർഫാസ്റ്റ് ബസ് ഓടിച്ചു വരുമ്പോൾ യദു നിയമവിരുദ്ധമായി ഫോൺ ഉപയോഗിച്ചു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ യാത്രയുടെ സമയത്ത് പലപ്പോഴും യദു ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ആ സമയമൊന്നും ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നില്ല. ബസ് ഓടിച്ചുകൊണ്ട് തന്നെ യദു ഫോണിൽ സംസാരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇക്കാര്യം നിയമപരമായി തന്നെ കെ.എസ്.ആർ.ടി.സിയെ അറിയിക്കുക, അതായത് വാഹനം ഓടിച്ചുകൊണ്ട് ഫോൺ ഉപയോഗിച്ചു എന്നുള്ള ചട്ടലംഘനം കെ.എസ്.ആർ.ടി.സിയെ അറിയിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു സമഗ്രമായ റിപ്പോർട്ട് ഈ നടപടി സംബന്ധിച്ച്, യദുവിൻ്റെ ഈ നടപടി സംബന്ധിച്ച് തയ്യാറാക്കും. അത് കമ്മീഷൻ ഓഫീസിൽ നിന്ന്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് കെ.എസ്.ആർ.ടി.സിക്ക് കൈമാറുമെന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ ആ റിപ്പോർട്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ കെ.എസ്.ആർ.ടി.സിക്ക് യദുവിനെതിരെ മറ്റൊരു നടപടി കൂടി എടുക്കേണ്ടി വരും.